പ്രേമിക്കുന്ന ആമ്പിള്ളാരല്ല ഇത് കണ്ടിരിക്കണേ. വളരെ കുറഞ്ഞ ദിവസം മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പയ്യൻ മരിച്ചു. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അച്ഛന് കൂലിപ്പണിയാണ്. അച്ഛനും മകനും അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു. അവനോളം പ്രായമുള്ള പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു. ഇവർ തമ്മിൽ ഈ പ്രണയത്തിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അവന്റെ വേറൊരു ബന്ധു വീട്ടിൽ പോയിട്ട് സ്വയം ജീവനില്ലാതാക്കി. നഷ്ടമാർക്കാ? അവന്റെ വീട്ടുകാർക്ക്. അവരെനിക്ക് ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി. ഇതിലാരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഈ പെങ്കൊച്ചിനെയാണ് അവൻ ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത് നമുക്കറിയാൻ സാധിച്ചു. ഈ പെൺകുട്ടി ഇവന്റെ മരണത്തിനെങ്കിലും ഒന്ന് വന്നോ? ഇത്രയും നാൾ പ്രേമമില്ലായിരുന്നോ? ആ ബന്ധത്തിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ ചോദ്യം ഒറ്റേ ഉള്ളൂ, നിങ്ങൾ എത്ര നാൾ പ്രേമിച്ചാണെങ്കിൽ ആ പെൺകുട്ടിയോട് എന്റെ ചോദ്യം, നിങ്ങൾ അവനെ ഒന്ന് കാണാൻ പോയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. ആ പെൺകുട്ടിയോട് മാത്രമുള്ള ചോദ്യമല്ല, നാട്ടിലുള്ള എല്ലാ ആമ്പിളായിട്ടും ഞാൻ ചോദിക്കുന്നതാ. നിങ്ങളിപ്പോൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അമ്മയ്ക്ക് ജീവിതത്തിൽ ഇതുവരെ വാങ്ങി കൊടുക്കാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാത്ത സമയം ചിലപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. അവസാന നിമിഷം നിങ്ങളുടെ കണ്ണടയുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ നിങ്ങളുടെ കൂടെ കാണും എന്നുള്ളതിൽ എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഈ ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ള സുഹൃത്തുക്കളെ, ഒരു പട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത്, ജീവൻ ഇല്ലാതാക്കരുത്. എനിക്ക് റിക്വസ്റ്റ് ആണ്. നമ്മളെ ഒരാൾ വേദനിപ്പിച്ചെങ്കിൽ പറ്റിച്ചെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കുക ചെയ്യേണ്ടത്, ഏൺ ചെയ്ത് കാണിക്കുക ചെയ്യേണ്ടത്, ഒരു പൊസിഷനിൽ എത്തി കാണിക്കുക ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ തകരുന്നതിലൂടെ 2-3 മാസം എല്ലാവരിലും വിഷമം ഉണ്ടാവും. അതിനുശേഷം എല്ലാവരും മറക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു മായാജാലം പോലെ നമ്മൾ മാഞ്ഞു പോരുത്. എല്ലാവരും കൺമുന്നിൽ കാണുന്ന, മാതൃകയാക്കുന്ന, നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളർന്ന് കാണിക്കുക വേണ്ടത്. സ്മെൽ ടു ഓഫ് സൈനിങ് ഔട്ട്.